ഹലോ ഗൈസ്, അപ്പോൾ ഈസി ആയിട്ടൊരു ഫ്രെയിം എങ്ങനെ സെറ്റാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഫ്രെയിം ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഇനിയിപ്പോൾ ഐസ്ക്രീം സ്റ്റിക്സ് ഇല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ടും ഇങ്ങനെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്സ് ഈ കാണുന്ന പോലെ ഇങ്ങനെ 4 ഭാഗവും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക, ഒരു സ്ക്വയർ ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ഒട്ടിച്ചൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലത്തെ ഉള്ളൊരു സ്ക്വയർ ഫ്രെയിം കിട്ടും. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതേപോലത്തെ ഐസ്ക്രീം സ്റ്റിക്സിൻ്റെ തന്നെ ബാക്കിയോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ 2 ഐസ്ക്രീം സ്റ്റിക്സ് ഇങ്ങനെ വെർട്ടിക്കലി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു ഫ്രെയിം ഇറക്കി വയ്ക്കാനുള്ള സ്പേസിനായിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഫ്രെയിം ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് സെറ്റായി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിലാണ് ഫ്രെയിം വെച്ചത് ഇരിക്കാൻ, അല്ലെങ്കിൽ താഴെ പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചെടുക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ഒരു കഷ്ണം ഒന്നും കൂടിയും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. വേണമെങ്കിൽ അത് ഫുള്ളും കവർ ചെയ്യാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്നേ വെച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രെയിം സെറ്റായി നിങ്ങൾക്ക് ഇങ്ങനെ ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചെടുക്കാം. നമുക്കത് മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഈ ഫ്രെയിമിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രെയിമൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.